കഴിഞ്ഞ 1-2 വീഡിയോകൾക്ക് മുമ്പ് ചെയ്ത ഒരു എപ്പിസോഡായിരുന്നു പ്രകാശ വേഗതയെക്കുറിച്ച് പറയുന്ന ഒരു എപ്പിസോഡ്. ഈ ഒരു തംബ്നെയിലിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ വീഡിയോയിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി വളരെ വ്യക്തമായി പറയാൻ ശ്രമിച്ചിരുന്നു. കാരണം റിലേറ്റിവിറ്റി തിയറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. നമ്മൾ എവിടെ നിന്ന് കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുന്നു അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നു എന്നുള്ള വസ്തുത. പ്രപഞ്ചത്തിലെ ഏത് വസ്തുക്കളെക്കുറിച്ചും അതിൻ്റെ ചലനത്തെക്കുറിച്ചും സംസാരിക്കുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു വസ്തുത കൂടിയാണ് എവിടെ നിന്ന് നോക്കുന്നു എന്നുള്ള പോയിന്റ്. ഞാൻ ഈ കസേരയിൽ ഇരുന്ന് വീഡിയോ പറയുന്നതും നിങ്ങൾ ഒരു മൊബൈൽ ഫോണിൽ ആ വീഡിയോ കാണുന്നതും ഒരു പക്ഷേ നിശ്ചലമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നു കൊണ്ടാണെന്ന് നമ്മൾ പറയുന്നത് 100% നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഒരല്പം ഭൂമിയിൽ നിന്ന് ഉയർന്നു പൊങ്ങി കുറച്ച് മുകളിലേക്ക് പോയിട്ട് ഒരു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഇരുന്നു കൊണ്ട് ഭൂമിയെ നോക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഏകദേശം സെക്കൻഡിൽ 450 മീറ്ററോളം വേഗതയിൽ ഭൂമി സ്വയം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതെ, ഭൂമി ഭ്രമണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 24 മണിക്കൂർ കൂടുമ്പോൾ നമുക്ക് ഓരോ ദിവസം കിട്ടുന്ന രീതിയിൽ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നത്. അല്ല, എവിടെയാണോ സൂര്യൻ ഉദിക്കുന്നത് അവിടെ കിഴക്കാകുന്നത്. അത്തരത്തിൽ സംസാരിക്കുന്ന സമയത്ത് ഭൂമിയുടെ സ്വയം കറങ്ങൽ കൊണ്ട് നമുക്ക് വളരെ ഗുണമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ രാത്രിയും പകലും ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ അതിനെ നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കാറില്ല. ഉദാഹരണത്തിന് നിങ്ങളൊരു ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ബാറ്റ്സ്മാൻ അതിശക്തമായ രീതിയിൽ പന്തിലേക്ക് അടിച്ചിട്ട് പന്ത് 6ലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, ബൗണ്ടറി കടക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളൊരു ഫീൽഡറാണെന്ന് വിചാരിക്കുക. പന്തിൻ്റെ ഡയറക്ഷൻ നോക്കി ക്യാച്ച് എടുക്കാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടി വളരെ വേഗത്തിൽ ഓടുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ട്. അത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അല്ല. പന്തിൻ്റെ ഹൈറ്റ് ഇത്രയാണ്, വേഗത ഇത്രയാണ്, ഞാനൊരു പ്രത്യേക സ്പീഡിൽ പോവുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ പന്ത് വന്ന് വീണ് ക്യാച്ച് ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടുമ്പോൾ ഒരിക്കലും നമ്മൾ ഭൂമി സ്വയം തിരിയുകയാണെന്നോ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുകയാണ് എന്നുള്ള വസ്തുതയോ ആ വേഗതയോ പരിഗണിക്കാറില്ല. കാരണം നമ്മുടെ അവിടുത്തെ ദൈനംദിന ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു കണക്കാക്കൽ എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയുടെ സർഫസിലൂടെ ഓടുന്നു എന്നുള്ള വസ്തുത മാത്രമാണ്. ബാക്കി ഒരു കാര്യവും അവിടെ നിങ്ങൾക്ക് പരിഗണിക്കേണ്ടതായിട്ട് വരുന്നില്ല. എന്നാൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു ആസ്ട്രോനട്ട് അല്ലെങ്കിൽ കോസ്മോനട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബഹിരാകാശ സഞ്ചാരി 16 തവണ സൂര്യോദയം കാണാറുണ്ടെന്ന് പറയുന്നതും ഭൂമിയിലെ കാഴ്ചകൾ നിരന്തരം ഇങ്ങനെ കാണുമ്പോൾ ഈ തരത്തിലുള്ള ഭൂമിയുടെ കറക്കവും ISSന്റെ വേഗതയും അവരെ നിരന്തരം ബാധിക്കാറുണ്ട് എന്ന് പറയുമ്പോഴും തീർച്ചയായിട്ടും അവരുടെ പരിഗണിക്കേണ്ടത് ഭൂമിയുടെ ഭ്രമണം തന്നെയാണ്. അതേസമയം ഭൂമിയിൽ നിന്ന് ISRO ചൊവ്വയിലേക്ക് ഒരു പേടകം വിടുന്നു എന്ന് വിചാരിക്കുക, ഒരു റോവർ ആണെന്ന് വിചാരിക്കുക. ഈ റോവർ വിക്ഷേപിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ISRO ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സൂര്യന് ചുറ്റും ഭൂമിയും ചൊവ്വയും കറങ്ങുന്ന വേഗതയും ഭൂമിയുടെ സ്വയം ഭ്രമണവുമാണ്. അതിനനുസരിച്ച് മാത്രമേ റോക്കറ്റിനെ ഭൂമിയിൽ നിന്ന് കുതിച്ചുയർത്തി ഭൂമിക്ക് പുറത്തെത്തിക്കാൻ കഴിയൂ. അങ്ങനെ ഭൂമിക്ക് പുറത്തെത്തിക്കുന്നതിൽ ഭൂമിയുടെ ഭ്രമണം ആവശ്യമുണ്ട്. അതിനുശേഷം ചൊവ്വയിലേക്ക് എത്തിച്ചേരുന്നതിന് അല്ലെങ്കിൽ ചൊവ്വയിലേക്ക് പോകാനുള്ള വിൻഡോ തുറക്കുന്നതിന് സൂര്യന് ചുറ്റും ചൊവ്വ എങ്ങനെയാണ് കറങ്ങുന്നത്, ഭൂമി റിലേറ്റീവ്ലി എങ്ങനെ കറങ്ങുന്നു, ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗത എങ്ങനെ ചൊവ്വയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. അങ്ങനെ ഭൂമിയുടെ പരിക്രമണത്തിലൂടെ ചൊവ്വയുടെ വിൻഡോയിലേക്ക് പോവുകയും ചൊവ്വയുടെ പരിക്രമണ പഥത്തിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം ചൊവ്വയിൽ നമുക്ക് റോവർ എത്തിക്കുകയും ചെയ്യാം. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ പരിഗണിക്കുന്നത് ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള കറക്കവും ഭൂമിയുടെ ഭ്രമണവും ചൊവ്വയ്ക്ക് സൂര്യന് ചുറ്റുമുള്ള കറക്കവുമാണ്. നമ്മൾ സോളാർ സിസ്റ്റത്തെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സോളാർ സിസ്റ്റത്തിന്റെ നടുക്ക് അല്ലെങ്കിൽ സൗരയൂഥത്തിന്റെ മധ്യഭാഗത്തായിട്ട് 98% മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സൂര്യൻ വരുന്നു. അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ വരുന്നു. അതിൽ മാസീവായിട്ടുള്ള വ്യാഴമുണ്ട്, തൊട്ട് താഴെ ശനിയുണ്ട്, നമ്മുടെ ഗ്രഹമുണ്ട്. ഈ മൊത്തം യൂണിറ്റ് മിൽക്കി വേ ഗാലക്സിക്ക് ചുറ്റും ഏകദേശം 230 km/s വേഗതയിൽ കറങ്ങുന്നു എന്നുള്ള വസ്തുത നമുക്കൊരിക്കലും ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് ഒരു പേടകം അയക്കുന്ന സമയത്ത് പരിഗണിക്കേണ്ടതായിട്ട് വരുന്നില്ല. കാരണം അതിൽ കാര്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. മിൽക്കി വേക്ക് ചുറ്റും സോളാർ സിസ്റ്റം കറങ്ങിയാലും ഇല്ലെങ്കിലും നമ്മുടെ പ്രവർത്തനം ഇവിടെ കൃത്യമായി നടക്കും. അതായത് നമ്മൾ എവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നു, എവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് സിറ്റുവേഷൻ അനുസരിച്ചുള്ള ബെനിഫിറ്റുകൾ, ഗുണങ്ങളാണ് നമുക്ക് തരുന്നത്. അല്ലാതെ നമ്മളെ അത് കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ അത്തരം മോഷനുകൾ പരിഗണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് വസ്തുത. സൂര്യനെ അനക്കാതെ വെച്ചിട്ട് നമ്മൾ നോക്കിയാൽ സൂര്യന് ചുറ്റും ഭൂമിയും ചൊവ്വയും വ്യാഴവും ശനിയും യുറാനസും ബുധനും എല്ലാം കറങ്ങുന്നത് ശരിയാണ്. കാരണം സെൻറ്റർ പോയിന്റ് സൂര്യനാക്കി അനക്കാതെ വെച്ചിരിക്കുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭൗതിക ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ് ബാരി സെൻറ്റർ. 2 മാസുള്ള വസ്തുക്കൾ പരസ്പരം കറങ്ങുന്ന സമയത്ത് ഒന്നിന് എത്ര മാസ് കൂടുതലാണെങ്കിലും മറ്റൊന്നിൻ്റെ മാസ് അതിനെ അഫക്റ്റ് ചെയ്യും. അതായത് നിങ്ങളിപ്പോൾ ഒരു നൂലിൻ്റെ തുമ്പിൽ ഒരു നല്ല വെയിറ്റുള്ള ലോഹഗോളം കെട്ടിയതിന് ശേഷം ഈ ലോഹഗോളത്തെ നിങ്ങൾക്ക് ചുറ്റും കറക്കുമ്പോൾ നിങ്ങൾക്കൊരു പോയിന്റിൽ നിന്ന് മാത്രം കറങ്ങാൻ കഴിയില്ല. കാരണം നിങ്ങളൊരു പോയിന്റിനെ അടിസ്ഥാനമാക്കി ഇതിങ്ങനെ മെറ്റൽ ബോൾ വലിച്ച് കറക്കുന്ന സമയത്ത് മെറ്റൽ ബോളും നിങ്ങളും തമ്മിലുള്ള ഒരു പിടുത്തത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളും കൂടി അനങ്ങും. നിങ്ങൾക്കാണ് മാസ് കൂടുതലെങ്കിലും, നിങ്ങൾക്കാണ് മുഴുവൻ ബലമെങ്കിലും, നിങ്ങൾ കൂടി ആ ഒരു പോയിന്റിനെ അടിസ്ഥാനമാക്കി കറങ്ങും.
ഇത്തരത്തിൽ രണ്ട് മാസീവായിട്ടുള്ള ഒബ്ജക്റ്റുകൾ പരസ്പരം ചുറ്റുമ്പോൾ അത് രണ്ടും കൂടെ കറങ്ങുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് ബാരി സെൻറ്റർ. അത് ടു ബോഡി പ്രോബ്ലത്തിൽ എളുപ്പമാണ്. ഇപ്പോൾ സൂര്യനും ഭൂമിയും മാത്രമാണെങ്കിൽ ഭൂമി സൂര്യനെ ചുറ്റുന്ന സമയത്ത് ഭൂമിയും സൂര്യനും ചേർന്നിട്ടുള്ള ബൗണ്ട് ഫോഴ്സ് കൊണ്ട് സൂര്യൻ പതിയെ ഭൂമിയുടെ അടുത്തേക്കും അകന്നുമൊക്കെ പോയിട്ട് ബാരി സെൻറ്ററിന് ചുറ്റും നേർത്ത രീതിയിൽ വ്യതിയാനം ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ കഴിയും. എന്നാൽ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ഭീമാകാരന്മാരായിട്ടുള്ള വ്യാഴവും രണ്ടാം സ്ഥാനത്തുള്ള ശനിയും കൂടി സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങുമ്പോൾ ആക്ച്വലി അവയുടെ മാസ് ചേർന്നുകൊണ്ട് സൂര്യനെ പലപ്പോഴും അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന്, അതായത് ബാരി സെൻറ്ററിൽ നിന്ന് പലപ്പോഴും പുറത്തേക്ക് പോകാറുണ്ട്. സൂര്യൻ്റെ അകത്ത് തന്നെ ബാരി സെൻറ്റർ വരണമെന്നില്ല. ഇത്രയും വലിയ സൂര്യനെ പിടിച്ചു കുലുക്കാൻ കഴിയുന്ന ശേഷിയുള്ള രണ്ട് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ് വ്യാഴവും ശനിയും. അത്തരത്തിൽ ബാരി സെൻറ്ററിനെ അടിസ്ഥാനമാക്കി വ്യാഴവും ശനിയും കറങ്ങുമ്പോൾ തന്നെ ചില സമയങ്ങളിൽ വ്യാഴവും ശനിയും നേർരേഖയിൽ വരാറുണ്ട്. മൂന്ന് വസ്തുക്കളും ഒരേ പാതയിൽ വരാറുണ്ട്. അപ്പോൾ സൂര്യന് അനുഭവപ്പെടുന്ന ബലം വളരെ കൂടുതലും അത് ബാരി സെൻറ്ററിൽ നിന്ന് ഒരുപാട് പുറത്തേക്കും പോകും. അതേസമയം സൂര്യൻ്റെ ഒരു ഭാഗത്ത് ശനിയും അടുത്ത ഭാഗത്ത് വ്യാഴവും വരുമ്പോൾ ഇവ രണ്ടുപേരുടെയും മാസിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കാരണം ബാരി സെൻറ്ററിൽ നിന്ന് ഒരുപാട് പുറത്തു പോകാറില്ല. അതേസമയം തന്നെ ഭൂമിയുടെയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും യുറാനസിൻ്റെയും നെപ്റ്റ്യൂണിൻ്റെയും മറ്റ് ചിഹ്നഗ്രഹങ്ങളുടെയും കുള്ളംഗ്രഹങ്ങളുടെയും എല്ലാം എഫക്റ്റും സൂര്യനെ ബാധിക്കുന്നുണ്ട്. അവയെല്ലാം സൂര്യനുമായിട്ട് ബൗണ്ടഡാണ്. അങ്ങനെ 5 മുതൽ 12 വർഷം കൂടുന്ന സമയത്ത് വ്യാഴത്തിൻ്റെയും ശനിയുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള മാസീവ് എഫക്റ്റ് കൊണ്ട് പലപ്പോഴും സോളാർ സിസ്റ്റത്തിലെ പല വസ്തുക്കളുടെയും പരിക്രമണ പാതയ്ക്ക് വ്യതിയാനം ഉണ്ടാകാറുണ്ട്, ഭൂമിക്കും ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മിയാങ്കോവിച്ച് സൈക്കിളിൽ പറയുന്ന പോലെ ഐസേജുകൾ വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിയാൽ, പുറമേ നിന്നിട്ട് സൂര്യനെ ഫിക്സഡ് അല്ലാതെ നോക്കിയാൽ ബാരി സെൻറ്ററിന് ചുറ്റും സൂര്യൻ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കറങ്ങുന്ന ഒരു മിക്സഡ് രൂപമായിട്ടാണ് സോളാർ സിസ്റ്റത്തെ നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇനി നമുക്ക് മിൽക്കി വേ ഗാലക്സിയുടെ ഒരു കാര്യമെടുക്കാം. മിൽക്കി വേ ഗാലക്സിയെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അവിടെ സൂര്യൻ്റെയും സോളാർ സിസ്റ്റത്തിൻ്റെയും സ്ഥാനം പറയാറുണ്ട്. അതിനെ പ്രധാനമായിട്ടും ഓറിയോൺ ആം എന്ന് പറയുന്ന ആ മിൽക്കി വേ ഗാലക്സിയുടെ സ്പൈറൽ ഷേപ്പിലെ ഒരു ഔട്ടർ എഡ്ജ് ഭാഗത്തായിട്ടാണ് നമ്മൾ പരിഗണിക്കാറുള്ളത്. ഏകദേശം ലക്ഷക്കണക്കിന് പ്രകാശവർഷം അകലെയാണ് മിൽക്കി വേ സെൻറ്ററിലുള്ള സജറ്റേറിയസ് എ സ്റ്റാർ എന്ന് പറയുന്ന ബ്ലാക്ക് ഹോളിനും സോളാർ സിസ്റ്റത്തിനും ഇടയിലുള്ള ദൂരം എന്ന് പരിഗണിച്ചാൽ ഈ 230 km/s വേഗതയിലൂടെ മിൽക്കി വേ ഗാലക്സിയുടെ സെൻറ്ററിലുള്ള ഒരു കൂട്ടം മാസിനെ വലം വയ്ക്കുന്ന സോളാർ സിസ്റ്റം ഏകദേശം 230 മില്യൺ വർഷമെടുത്താണ് ഒരു തവണ മിൽക്കി വേ ഗാലക്സിക്ക് ചുറ്റുമുള്ള പരിക്രമണം പൂർത്തിയാക്കുന്നത്. നമ്മുടെ സൂര്യനും അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ, ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളും ചേർന്ന ഫുൾ സിസ്റ്റം മിൽക്കി വേ ഗാലക്സിക്ക് ചുറ്റും കറങ്ങാൻ എടുക്കുന്ന വർഷം എന്ന് പറയുന്നത് 230 മില്യൺ വർഷമാണ്. അതായത് ഇപ്പോൾ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ സോളാർ സിസ്റ്റം എവിടെ നിൽക്കുന്നുവോ കറക്റ്റ് ഒരു കോസ്മിക് ഇയർ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ സോളാർ സിസ്റ്റം ഇവിടെ നിന്ന സമയത്ത് ഭൂമിയിലൂടെ ദിനോസറുകൾ കുതിച്ചു പായുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതായത് 230 മില്യൺ വർഷം കൂടുമ്പോൾ മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇനി ഭാവിയിൽ മിൽക്കി വേ ഗാലക്സിക്ക് ചുറ്റും സോളാർ സിസ്റ്റം ഒരു തവണ വലം വെച്ച് തിരികെ വരിക എന്നുള്ളതാണ് വാസ്തവം. നമുക്കറിയാം, നമ്മൾ ഈ കാണുന്ന മിൽക്കി വേ ഗാലക്സിയുടെ അനിമേറ്റഡ് വീഡിയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും എടുത്തതല്ല. പകരം നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്തത്ര വലിപ്പമുള്ള മിൽക്കി വേ ഗാലക്സിയുടെ നമ്മൾ നിരീക്ഷിക്കുന്ന നക്ഷത്രങ്ങളുടെ ഷേപ്പും മറ്റും അനുസരിച്ചുകൊണ്ട് നമ്മൾ ഭാവനയിൽ വരച്ചെടുത്ത ഒരു ചിത്രമാണ് മിൽക്കി വേ ഗാലക്സിയുടെ ചിത്രമായിട്ടും അനിമേഷനായിട്ടും ഈ കാണുന്നതൊക്കെ. അതിൻ്റെ അർത്ഥം ഇത് ഭാവനയിലൂടെ തെറ്റാണെന്നുള്ളതല്ല, കൃത്യമായിട്ടുള്ള ഡിപ്പിക്ഷൻ തന്നെയാണ്. എന്നാൽ ഒരു വീട്ടിലിരുന്നു കൊണ്ട് വീടിൻ്റെ പുറം ഭാഗത്തെ ഷേപ്പ് കണക്കാക്കുന്ന പോലെ നമ്മൾ മിൽക്കി വേ ഗാലക്സിയുടെ ഒരു മൂലക്കിരുന്നു കൊണ്ട് മിൽക്കി വേ ഗാലക്സിയുടെ ഏകദേശ ഷേപ്പ് മനസ്സിലാക്കി. എന്നാൽ മിൽക്കി വേ ഗാലക്സിയുടെ സെൻറ്ററിൽ ഇരുന്നു കൊണ്ടല്ല നമ്മൾ സോളാർ സിസ്റ്റത്തിൻ്റെ ചലനത്തെ നോക്കുന്നത്. പകരം ലോക്കൽ സ്റ്റാൻഡേർഡ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ മിൽക്കി വേ ഗാലക്സിക്ക് പുറത്തെടുക്കുന്നു. ഈ പുറത്തെടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ സോളാർ സിസ്റ്റവും അതിനു ചുറ്റുമുള്ള തിക്കായിട്ടുള്ള ഗ്യാസുകളും മറ്റ് നക്ഷത്രങ്ങളുടെയും ഒരു സാന്നിധ്യമാണ്. അപ്പോൾ ഇവയ്ക്കിടയിലൂടെ എങ്ങനെ സോളാർ സിസ്റ്റം വൃത്താകാരമായ പാതയിൽ ഏകദേശം മിൽക്കി വേ ഗാലക്സിയുടെ സെൻറ്റർ ഭാഗത്തെ ചുറ്റുന്നു, അല്ലെങ്കിൽ മാസീവായിട്ടുള്ള കേന്ദ്രത്തെ ചുറ്റുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഈ ചുറ്റുന്നതും ഒരു വൃത്താകാരമായ പാതയോ ദീർഘവൃത്താകാരമായ പാതയോ അല്ല എന്നുള്ളതാണ് വസ്തുത. അവിടെയും ചില പ്രത്യേകതകളുണ്ട്. ഒരു നക്ഷത്രം ഫോം ചെയ്യുന്ന സമയത്ത് അവ താരതമ്യേന യങ്ങറായിട്ടുള്ള ഒരു സ്റ്റാർ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും മിൽക്കി വേ ഗാലക്സി ആയാലും മറ്റേത് ഗാലക്സി ആയാലും ഒരുപാട് പൊടിപടലങ്ങളും വസ്തുക്കളുടെയും ഇടയിലൂടെയാണ് ഇത് രൂപാന്തരപ്പെട്ട് വരുന്നത്. ഇങ്ങനെ രൂപാന്തരപ്പെട്ട് വരുന്ന സമയത്ത് ചുറ്റുപാടുമുള്ള
വസ്തുക്കളുമായിട്ട് ഫ്രിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സൂര്യൻ രൂപപ്പെട്ടു വന്ന സമയത്ത് സൂര്യൻ കടന്നു പോകുന്ന ഈ ഓറിയോൺ ആമിലെ പല പ്രദേശങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു പാത മിൽക്കി വേ ഗാലക്സിയുടെ സെൻറ്ററിനെ അടിസ്ഥാനമാക്കി ചലിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പല ഡയറക്ഷനിലേക്കും പല സെക്കൻഡുകളിലും അതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റിയിൽ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ സങ്കല്പിക്കേണ്ട ഒരു കാര്യം, മിൽക്കി വേ ഗാലക്സിയുടെ സെൻറ്ററിനെ അടിസ്ഥാനമാക്കി സോളാർ സിസ്റ്റം കറങ്ങുന്ന സമയത്ത് ഒരു പെർഫെക്റ്റ് വൃത്തമല്ല, ഒരു ദീർഘവൃത്താകാരമായിട്ടുള്ള പാതയാണെന്ന് പരിഗണിച്ചാലും അവിടെ അനോമലീസ് ഉണ്ട്. അതായത് ഒരു എപ്പിസെൻട്രിക് ആയിട്ടുള്ള ഷേപ്പിലാണ് സോളാർ സിസ്റ്റം മിൽക്കി വേ ഗാലക്സി ചുറ്റുന്നത്. അതുമാത്രമല്ല, ഈ ഓരോ തവണ നിലവിൽ ചുറ്റുന്ന സമയത്തും ചില അനോമലീസ് ഉണ്ട്. ഇപ്പോൾ സോളാർ സിസ്റ്റം സഞ്ചരിക്കുന്നത് ഏകദേശം മുന്നോട്ട് 5 km/s എന്ന് പറയുന്ന ശരാശരിയേക്കാൾ അധിക വേഗതയിലും മിൽക്കി വേ സെൻറ്ററിൻ്റെ കേന്ദ്രത്തിലോട്ട് ഏകദേശം 8 km/s എന്ന് പറയുന്ന അധിക വേഗതയിൽ അകത്തോട്ടും മിൽക്കി വേ ഗാലക്സിയുടെ പ്ലെയിനിന് മുകളിലേക്ക് 7 km/s എന്ന് പറയുന്ന വേഗതയിൽ മുകളിലോട്ടും സഞ്ചരിക്കുന്ന 3 എക്സ്ട്രാ വെലോസിറ്റി ഡിഫറൻസുകൾ നിലവിൽ സോളാർ സിസ്റ്റത്തിനുണ്ട്. ഈ വെലോസിറ്റി ഡിഫറൻസുകൾ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ ഇതെങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത്, ചലനത്തിൻ്റെ ഷേപ്പിനെ ബാധിക്കുന്നത് എന്ന് നോക്കാം. ഈ എപ്പിസെൻട്രിക് ആയിട്ടുള്ള ഒരു മോഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് അകത്തേക്ക് പോവുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന വേഗത നിലവിൽ കൂടുതലാണെന്ന് പറഞ്ഞു. യഥാക്രമം 5 km/s 8 km/s. പക്ഷേ പ്ലെയിനിന് മുകളിലേക്ക് എങ്ങനെയാണ് 7 km/s ഒരു വേഗത കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങൾ കാണപ്പെടുന്ന പ്ലെയിനിൽ നിന്ന് താഴെയാണ് നിലവിൽ മിൽക്കി വേ ഗാലക്സി നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഇതിൻ്റെ ഗ്രാവിറ്റേഷൻ പുള്ള് പലപ്പോഴും ഇതിനെ പ്ലെയിനിനോട് ചേർത്ത് വലിച്ചടിപ്പിക്കാറുണ്ട്. അതായത് ഈ 7 km/s എന്ന് പറയുന്ന വേഗതയിൽ ഏകദേശം മുകളിലേക്ക് പോയി ഇത് സർക്കുലർ ഷേപ്പിൽ കറങ്ങുമ്പോൾ തന്നെ മുകളിലേക്ക് പോയിട്ട് ഒരു പരിധി എത്തുമ്പോൾ മറ്റുള്ള വസ്തുക്കൾ തിരിച്ചു വരികയും അപ്പോൾ വീണ്ടും പ്ലെയിനിലേക്ക് തിരികെ വരികയും താഴേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഏകദേശം എലിപ്റ്റിക്കൽ ഷേപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ താഴേക്കും മുകളിലേക്കും കൂടി ഇങ്ങനെ മിൽക്കി വേ ഗാലക്സിക്ക് ചുറ്റും സോളാർ സിസ്റ്റം ചലിക്കുന്നുണ്ട്. അതായത് 60 മില്യൺ വർഷങ്ങൾ കൂടുന്ന സമയത്താണ് ഈ ഓരോ സൈക്കിളും താഴേക്കും മുകളിലേക്കും കംപ്ലീറ്റ് ആവുക. ഈ കംപ്ലീറ്റ് ആകുന്ന പ്രദേശത്ത് നിന്ന് തിരിച്ച് പ്ലെയിനിലേക്ക് തിരികെ വരുമ്പോൾ വളരെ ഡെൻസ് ആയിട്ടുള്ള നക്ഷത്രങ്ങളുടെ ഇടയിലൂടെയാണ് മിൽക്കി വേ ഗാലക്സി സഞ്ചരിക്കുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ മാസ് എക്സ്റ്റൻഷൻ ഓഫ് ദിനോസേഴ്സ് അല്ലെങ്കിൽ ദിനോസറുകൾ എങ്ങനെ ഇല്ലാതായി എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ 60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ദിനോസറുകളും കൂട്ടത്തോടെ ഇല്ലാതായത്. 60 മില്യൺ വർഷങ്ങൾ കൂടുമ്പോഴാണ് ഈ സൈക്കിൾ വീണ്ടും ആവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇവ തമ്മിൽ മിൽക്കി വേ ഗാലക്സി ചുറ്റും സോളാർ സിസ്റ്റം കറങ്ങുന്ന ആ ഒരു പ്ലെയിനിൽ നിന്നുള്ള മുകളിലേക്കും താഴേക്കുമുള്ള വ്യതിയാനവും ഈ പറയുന്ന കാലയളവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഏതെല്ലാം തരത്തിലുള്ള വ്യതിയാനങ്ങളാണ് സൂര്യൻ്റെ ചലനത്തിലും ഗ്രഹങ്ങളുടെ ചലനത്തിലും സോളാർ സിസ്റ്റത്തിൻ്റെ ചലനത്തിലും ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയൊരു സംശയം ഉണ്ടാവും. സോളാർ സിസ്റ്റം ഇരിക്കുന്നത് ഏകദേശം ഒരു പ്ലെയിൻ പോലെയാണ്. നടുക്ക് സൂര്യൻ, ചുറ്റിലും ഏകദേശം ഒരു പ്ലെയിനിൽ ഗ്രഹങ്ങൾ ചുറ്റുന്നുണ്ട്. ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഏകദേശ രൂപം മനസ്സിലാവാനാണ്. സത്യത്തിൽ സോളാർ സിസ്റ്റം കാണപ്പെടുന്ന സൂര്യന് ചുറ്റുപാടുമുള്ള ഗ്രഹങ്ങളുടെ പ്ലെയിൻ മിൽക്കി വേ ഗാലക്സിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 60 ഡിഗ്രി ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഈ ചരിഞ്ഞിരുന്നിട്ട് നീങ്ങുന്ന ഈ ഒരു അനിമേഷൻ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും സത്യത്തിൽ ഭൂമി സൂര്യനെ ചുറ്റുന്ന ആ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് മിൽക്കി വേ ഗാലക്സിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്ന പ്ലെയിനിൽ നിന്നും 60 ഡിഗ്രി ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഈ 60 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിൽക്കി വേ ഗാലക്സിയിലൂടെ 230 km/s വേഗതയിൽ സൂര്യനും സോളാർ സിസ്റ്റവും സഞ്ചരിക്കുമ്പോൾ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ടല്ലോ. ആ കറക്കവും മിൽക്കി വേ ഗാലക്സിയിലൂടെയുള്ള സോളാർ സിസ്റ്റത്തിൻ്റെ ചലനവും തമ്മിൽ ബന്ധമുണ്ടാകും. അതായത് വർഷത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസത്തിൽ സൂര്യനെ ചുറ്റുന്ന ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനോടൊപ്പം മുന്നോട്ട് പോകുന്ന പ്ലെയിനിലും അടുത്ത് തിരിഞ്ഞ് മാർച്ച് മാസമാകുമ്പോൾ പിന്നോട്ട് വരുന്ന പ്ലെയിനിലുമാണ് സാധാരണ കാണപ്പെടാറുള്ളത് എന്നുള്ളതാണ് വസ്തുത. ഇത്തരത്തിൽ മിൽക്കി വേ ഗാലക്സി ചുറ്റും സൂര്യനെ ചുറ്റുന്ന ഭൂമിയും കറങ്ങുന്നുണ്ടല്ലോ. അത്തരത്തിൽ നോക്കിയാൽ പുറമേ നിന്ന് നോക്കുമ്പോൾ മിൽക്കി വേ ഗാലക്സിക്ക് ചുറ്റും സോളാർ സിസ്റ്റത്തിനുള്ള വേഗത കൂടി പരിഗണിച്ച് പറയേണ്ടി വരും. അതായത് ജൂൺ മാസത്തിൽ ഈ പ്ലെയിനിൻ്റെ ചരിവും മറ്റും കൊണ്ട് ഭൂമിക്ക് വേഗത കൂടുകയും ഡിസംബർ മാസത്തിൽ വേഗത കുറവുമായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. നിങ്ങൾക്കിത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടാവും. അനിമേഷൻ കാണുമ്പോൾ ഒരുവിധം നിങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ചൊരു ധാരണ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിനെയും അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന പാതയുടെ ടെയിലിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കാണിച്ചിരിക്കുന്ന അനിമേഷനാണ് പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയിലും മറ്റും എങ്ങനെയാണ് സോളാർ സിസ്റ്റവും ഭൂമിയും സൂര്യനും പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുന്നത് എന്ന് കാണിക്കുന്ന രീതിയിൽ പറയുന്നത്. ആക്ച്വലി അതിൽ 60 ഡിഗ്രി ചരിവുണ്ട്. മാത്രമല്ല ഈ സൂര്യനും
അതിന് ചുറ്റുപാടുള്ള ഗ്രഹങ്ങളും ഒറ്റ യൂണിറ്റ് ആയിട്ട് മിൽക്കി വേ ഗാലക്സിക്ക് ചുറ്റും പോകുന്നത് ഒരു സർക്കുലർ പാത്തിലോ എലിപ്റ്റിക്കൽ പാത്തിലോ അല്ല, പകരം കയറി ഇറങ്ങിയാണ്. അതിനകത്ത് തന്നെ സൂര്യൻ്റെ പാതയ്ക്കും സൂര്യൻ്റെ പോയിന്റിന് വ്യത്യാസമുണ്ട്. കാര്യം സൂര്യൻ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട് ബാരി സെൻറ്ററിൽ നിന്ന് വ്യത്യാസപ്പെടുന്നുണ്ട്. അങ്ങനെ സോളാർ സിസ്റ്റത്തിൻ്റെ മോഷൻ എടുത്താലും മിൽക്കി വേയുടെ മോഷൻ എടുത്താലും മിൽക്കി വേയുടെ ലോക്കൽ സ്റ്റാൻഡേർഡ് ഓഫ് റെസ്റ്റ് എടുത്താലും ഒക്കെ തന്നെ ഭൂമിയും സൂര്യനും സോളാർ സിസ്റ്റവും എങ്ങനെ ചലിക്കുന്നു എന്ന് പറയുന്നതിൽ ഫ്രെയിം ഓഫ് റെഫറൻസിന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്ലാരിറ്റി ഉണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ വീഡിയോ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ശുഭ പ്രതീക്ഷ പറയാം. നമുക്കൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ട്. എവിടെ നിന്ന് നോക്കിയാലാണ് ഭൂമിയുടെയും സൂര്യൻ്റെയും വേഗത നമുക്കൊരു സ്റ്റാൻഡേർഡൈസ്ഡ് രൂപത്തിൽ പറയാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റാൻഡേർഡൈസ്ഡ് ഒന്നുമല്ല. എന്നാൽ പ്രപഞ്ചത്തിൽ ആകമാനം കാണപ്പെടുന്ന കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നമുക്ക് പ്രപഞ്ചത്തിൽ ഭൂമിയും സൂര്യനുമൊക്കെ എങ്ങനെയാണ് ചലിക്കുന്നത് എന്ന് പറയാൻ കഴിയും. കാരണം കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ പ്രപഞ്ചമുണ്ടായ സമയത്തുണ്ടായതും പ്രപഞ്ചത്തിലെ ബാക്കി എല്ലാ വസ്തുക്കളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഗ്യാസുകളുമായി മാറിയപ്പോൾ ആ പ്രപഞ്ചമുണ്ടായ സമയത്തെ ആദ്യത്തെ പ്രകാശം ഒരു ഗ്ലോ ആയിട്ട് യൂണിവേഴ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനെ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ യൂണിവേഴ്സിൽ സോളാർ സിസ്റ്റത്തിൻ്റെ മോഷൻ നോക്കിയാൽ 368 km/s എന്ന് പറയുന്ന വേഗതയിലാണ് സോളാർ സിസ്റ്റം ചലിക്കുന്നത് എന്ന് ഗവേഷകർ പറയുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ചലനങ്ങളൊന്നുമല്ല, കുറേ അധികം ചലനങ്ങൾ നമ്മൾ അറിയാതെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില ചലനങ്ങളാണ്. ഒന്ന്, മിൽക്കി വേ ഗാലക്സിയും ആൻഡ്രോമീഡ ഗാലക്സിയും കൂട്ടിയിടിക്കാൻ വേണ്ടി സെക്കൻഡിൽ വളരെയധികം വേഗത്തിൽ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത. അവിടെയും സ്വാഭാവികമായിട്ടും ഒരു പ്രത്യേക തരം ചലനം പരസ്പരം ആൻഡ്രോമീഡ ഗാലക്സിയും മിൽക്കി വേ ഗാലക്സിയും ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം ഈ എൻറ്റയർ സിസ്റ്റത്തെ നമ്മുടെ ലോക്കൽ ഗ്രൂപ്പിൽ വലിച്ചടിപ്പിക്കുന്ന ഒരു ഗ്രേറ്റ് അട്രാക്ടർ എന്ന് പറയുന്ന ഒരു അജ്ഞാതമായിട്ടുള്ള സ്ഥലമുണ്ട്. അവിടേക്ക് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെയും ആൻഡ്രോമീഡ ഗാലക്സിയിലെയും ട്രയാങ്കുലർ ഗാലക്സിയിലെയും ഒക്കെ ഒരുപാട് ഗാലക്സികൾ അടുക്കുന്നുണ്ട്. അതും ഒരു ചലനമാണ്. അത്തരത്തിൽ പ്രപഞ്ചത്തിൻ്റെ പല ഭാഗത്തും മിസ്റ്റീരിയസ് ആയിട്ടുള്ള പല റിലേറ്റീവ് മോഷനുകളും സംഭവിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഏതു തരത്തിലുള്ള വസ്തുവിൻ്റെയും പ്രപഞ്ചത്തിലെ ചലനത്തെ ഡെപ്പിക്റ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രെയിം ഓഫ് റെഫറൻസ് എവിടെ നിന്ന് നോക്കുന്നു എന്നുള്ള വസ്തുതയും റിലേറ്റീവ്ലി മറ്റ് സ്ഥലങ്ങളിൽ പോയാൽ വേറെ തരത്തിലുള്ള ചലനം കാണാമെന്നുള്ള വസ്തുതയും മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഭൂമി പ്രപഞ്ചത്തിലൂടെ ചലിക്കുന്നത്, അത് എവിടെ നിന്ന് നോക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി ഇരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അല്പം ലെങ്തി ആയിപ്പോയി, പക്ഷേ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് എനിക്ക് വളരെയധികം വിശ്വാസമുള്ള കാര്യമാണ്. പറ്റുമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ